ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെയിൽവേയുടെ NTPC പോസ്റ്റുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. റെയിൽവേ NTPC ഡീറ്റെയിൽഡ് സിലബസ്, ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. ഈ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ആയിരിക്കും ചാൻസ് ഉണ്ട്. 2019 ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ആയിരിക്കും മിക്കവാറും ഈ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. Recruitment process. The recruitment process shall involve first stage computer based test CBT, second stage computer based test CBT, typing skill test or computer based aptitude test as applicable, and document verification കൂടാതെ മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, ഫസ്റ്റും സെക്കൻഡും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് CBT. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് എക്സാം ടൈം വരുന്നത് 90 മിനിറ്റ് ആണ്. PWBD കാൻഡിഡേറ്റ്സിന് 120 മിനിറ്റ് ഉണ്ടാവും എക്സാമിന്. ജനറൽ അവയർനെസ്സിന് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 40 ക്വസ്റ്റ്യനും 40 മാർക്കും. മാത്തമാറ്റിക്സിൽ 30 മാർക്കും 30 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 30 മാർക്കും 30 ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. 100 ക്വസ്റ്റ്യനും 100 മാർക്കും. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് വെച്ച് നഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് ശരിയുത്തരത്തിൽ നിന്ന് ലഭിച്ച മാർക്കിൽ നിന്നും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് വെച്ച് നഷ്ടപ്പെടുന്നതായിരിക്കും. സിലബസിൽ പാർട്ട് എയിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. അതിൽ തന്നെ വരുന്നത് നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്. നമ്പർ സിസ്റ്റം, ഡെസിമൽ, ഫ്രാക്ഷൻസ്, HCF, LCM, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, percentage. Mensuration, time and work, time and distance, simple and compound interest, profit and loss. Mensuration, time and work, time and distance, simple and compound interest, profit and loss. Elementary algebra, geometry and trigonometry, elementary statistics, etc. ഇത്രയുമാണ് മാത്തമാറ്റിക്സ് എന്ന വിധത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ സിലബസ് അനുസരിച്ച് ഓൺലൈനായിട്ട് വാങ്ങാവുന്ന കുറച്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. NTPC പോസ്റ്റുകൾക്ക് മെയിനായിട്ട് ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൂപ്പ് ഡി പോലുള്ളതിന് മലയാളത്തിലും പുസ്തകങ്ങളുണ്ട്. പിന്നെ പാർട്ട് ബിയിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അത് വരുന്നത് അനലോഗീസ്, completion of number and alphabetical series, coding and decoding, mathematical operations, analogies, completion of numbers and alphabetical series, coding and decoding, mathematical operations, similarities and differences, relationship, analytical reasoning, syllogism, jumbling, Venn diagram, puzzle, similarities and differences, relationship, analytical reasoning, syllogism, jumbling, Venn diagrams, puzzle. Data sufficiency, statement conclusion, statement course of action, decision making, maps, interpretation of graph, etc. ഇത്രയുമാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ പാർട്ട് സിയിൽ വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അതിൽ തന്നെ വരുന്നത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും ലോകത്തിലും നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ, മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10 CBSE 10ാം ക്ലാസ് ബേസായിട്ടുള്ള CBSE സിലബസ് പ്രകാരമുള്ള ജനറൽ സയൻസും ലൈഫ് സയൻസും. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ,
Physical, social, economic geography of India and world. Physical, social and economic geography of India and world. Indian polity and governance. Constitution and political systems. General scientific and technological developments including space and nuclear program of India. UN and other important world organizations. Environmental issues concerning Indian world at large. Basics of computer and computer applications. Common abbreviations. Transport system in India. Indian economy. Famous personalities of Indian world. Flagship government programs. Flora and fauna of India. Important government and public sector organizations of India etc. ഇത്രയുമാണ് ജനറൽ അവയർനെസ് വിഭാഗത്തിൽ വരുന്ന പോയിന്റുകൾ. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ജയിക്കുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനും 90 മിനിറ്റ് ആയിരിക്കും എക്സാം. 120 മിനിറ്റ് PWD കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ജനറൽ അവയർനെസ് വിഭാഗത്തിൽ നിന്നും 50 മാർക്കും 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സിൽ നിന്ന് 30 ക്വസ്റ്റ്യനും 30 മാർക്കും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് വിഭാഗത്തിൽ നിന്ന് 35 മാർക്കും 35 ക്വസ്റ്റ്യനും. മൊത്തം 120 മാർക്കിനായിരിക്കും സെക്കൻഡ് സ്റ്റേജ് CBT നടക്കുന്നത്. 120 മാർക്കിന്. പക്ഷേ ആകെ 90 മിനിറ്റ് ഉണ്ടായിരിക്കുന്നുള്ളൂ. അതിൻ്റെ പാർട്ട് എയിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. അതിൽ തന്നെ നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി ആൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. ഇത്രയുമാണ് മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൻ്റെ പാർട്ട് ബിയിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്. അനലോഗീസ്, കംപ്ലീഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്പ്, അനലറ്റിക്കൽ റീസണിംഗ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, പസിൽ, data sufficiency, statement conclusion, statement, courses of action, decision making, maps, interpretation of graph etc. ഇത്രയുമാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് വിഭാഗത്തിൽ വരുന്ന സിലബസ്. പിന്നെ അടുത്ത് ജനറൽ അവയർനെസ് ആണ്. കറണ്ട് ഈവൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ, മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, General Science and Life Science up to 10th CBSE, History of India and Freedom Struggle, Physical, Social and Economic Geography of India and World, Indian Polity and Governance, Constitution and Political Systems, General Scientific and Technological Developments including Space and Nuclear Program of India, UN and other important world organization. പിന്നെ വരുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യൻ വേൾഡ് അറ്റ് ലാർജ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കോമൺ അബ്രിവേഷൻസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ എക്കണോമി, ഫേമസ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യൻ വേൾഡ്, ഫ്ലാഗ്ഷിപ്പ് ഗവൺമെൻറ് പ്രോഗ്രാംസ്, ഫ്ലോറ ആൻഡ് ഫെയ്ന ഓഫ് ഇന്ത്യ, ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എക്സെട്ര. ഇത്രയുമാണ് ജനറൽ അവയർനെസ് വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ട്രാഫിക് അസിസ്റ്റൻറ്റും സ്റ്റേഷൻ മാസ്റ്ററും സെലക്ട് ചെയ്തവർക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്വാളിഫൈങ് മാർക്ക്. ദ കാൻഡിഡേറ്റ്സ് നീഡ് ടു സെക്യൂർ എ മിനിമം T-score ഓഫ് 42 marks in each of the test batteries to qualify. This is applicable to all candidates irrespective of community or category, irrespective of SC, ST, OBC, NCL, EWS, PWBD, ex-servicemen, and no relaxation in minimum T-score is permissible. അപ്പോൾ എല്ലാവരും 42 മാർക്ക് കിട്ടുവാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇത് എല്ലാ കാറ്റഗറികൾക്കും ഈ 42 മാർക്ക് ആവശ്യമാണ്. യാതൊരു വിധത്തിലുള്ള റിലാക്സേഷനും ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. പിന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റാണ്. അത് വരുന്നത്
സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ടൈം കീപ്പർ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ജൂനിയർ ടൈം കീപ്പർ. ഇത്രയും പേർക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എത്രയാണോ ഒഴിവ് വരുന്നത് അതിനൊരു 8 ഇരട്ടി ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവർക്കായിരിക്കും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നടത്തുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ 30 വേർഡ്സ് 1 മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ കഴിയണം. 1 മിനിറ്റിൽ 30 വേർഡ്സ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ കഴിയണം. ഹിന്ദി ആണെങ്കിൽ 1 മിനിറ്റിൽ 25 വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റിയാൽ മതി. വിതൗട്ട് എഡിറ്റിംഗ് ടൂൾസ് ആൻഡ് സ്പെൽ ചെക്ക് ഫെസിലിറ്റി. എഡിറ്റിംഗ് ടൂൾ ഉണ്ടാവില്ല, സ്പെൽ ചെക്ക് ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിലാണെങ്കിൽ 25 വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പ് ചെയ്യാൻ കഴിയണം. പിന്നെ ഏറ്റവും അവസാനം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ സെക്കൻഡ് സ്റ്റേജ് CBT ആൻഡ് ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ബോത്ത് സെക്കൻഡ് സ്റ്റേജ് CBT ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ്, candidates equal to the number of vacancies will be called for document verification as per their merit and options. In addition, candidates equal to 50% of the number of vacancies for various posts will also be called for document verification. ഒഴിവിനനുസരിച്ച് ഒഴിവിൻ്റെ 50% കൂടുതൽ ആൾക്കാരെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കാവുന്നതാണ്. പക്ഷെ അത് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്.